ദിവസവും രാത്രി 7:45 എഗ്മോറിൽ നിന്ന് പുറപ്പെടുന്ന ആനന്ദപുരി എക്സ്പ്രസ്സിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നൈയിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഈ യാത്ര തുടങ്ങിയപ്പോഴേ ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോഴോ ട്രെയിൻ നാഗർകോവിലിനടുത്തുള്ള ആരുവായ്മൊഴി സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഇതാണ് ആരുവായ്മൊഴി റെയിൽവേ സ്റ്റേഷൻ. അധികം ആളടക്കമില്ലാത്ത സ്റ്റേഷൻ. വളരെ കുറച്ച് പേർ മാത്രമേ ഇവിടെ ഇറങ്ങിയുള്ളൂ. കയറാനും 5-6 ആളുകൾ മാത്രം. തെളിഞ്ഞ ആകാശം. പ്രഭാതരശ്മികൾ വേലിമലയുടെ ഉച്ചയിൽ തട്ടിയപ്പോൾ അവിടെ ഉറഞ്ഞുകൂടിയിരുന്ന തണുത്ത മഞ്ഞിൻ കൂടുകൾ ഒഴുകി പരക്കാൻ തുടങ്ങി. മലനിരകളുടെ താഴ്വാരങ്ങളിൽ പച്ച നിറഞ്ഞ പാടങ്ങളും കുളങ്ങളും. ഇത്ര മനോഹരമായ പ്രകൃതി ദൃശ്യം കാണണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. നാഗർകോവിലിനടുത്ത് മുപ്പന്തൽ ദേശത്തെ വിശാലമായ കാറ്റാടിപ്പാടങ്ങൾ. റോഡ് വഴി പോകുമ്പോൾ വിൻഡ് മില്ലുകളെ നമുക്ക് അടുത്ത് കാണുവാൻ കഴിയും. ഏഷ്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടങ്ങളൊന്നാണിത് എന്ന് പറയാം. ആരുവാമൊഴി നാഗർകോവിൽ പാതയുടെ ഇരുവശത്തെ മലഞ്ചെരുവുകളിലും താഴ്വരകളിലുമെല്ലാം കാറ്റാടി യന്ത്രങ്ങൾ കാണാം. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡാൽമിയ കമ്പനി 250 ഏക്കറിൽ വിൻഡ് ഫാം സജ്ജീകരിച്ചിരിക്കുന്നു. 1994 ഈ വിൻഡ് ഫാം ഇവിടെ ആരംഭിച്ചത്. ഒരു വിൻഡ് മില്ല് തയ്യാറാക്കാൻ 1 കോടി രൂപ ചെലവ് വരുമെന്ന് കേൾക്കുന്നു. 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ 6 കോടി രൂപ വരെ ചെലവുണ്ട്. തമിഴ്നാടിന് ദീർഘദൂരത്തിൽ കടലോരമുള്ളതിനാൽ വിൻഡ് എനർജിക്കുള്ള സാധ്യതകൾ അപാരമാണ്. ഈ വിധത്തിൽ 590 കിലോമീറ്ററോളം കടൽ തീരമുള്ള കേരളത്തിൽ 50 കിലോവാട്ടിൻ്റെ ഓഫ് ഷോർ പ്രോജക്റ്റിന് സാധ്യതയുണ്ടെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിൻഡ് എനർജിയുടെ ഒരു പഠനം വ്യക്തമാക്കുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേയറ്റത്തെ ആരുവാമൊഴിയിലെത്തുമ്പോൾ മലനിരകൾ നേർത്തുനേർത്തില്ലാതാകുന്നു. നാഗർകോവിലിൽ നിന്ന് മധുരയിലേക്കും മറ്റും നീളുന്ന ഹൈവേ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. നമ്മുടെ നാട്ടിൽ പൂക്കളെത്തുന്നത് തോവാള എന്ന തമിഴ് ഗ്രാമത്തിൽ നിന്നാണ്. ഈ തോവാള ആരുവാമൊഴിക്കടുത്താണ്. ഒരു കാലത്ത് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ അതിർത്തി ദേശമായിരുന്നു ആരുവായ്മൊഴി. കിഴക്കൻ ദിക്കിൽ നിന്നുള്ള അധിനിവേശങ്ങളെ ചെറുക്കാൻ തിരുവിതാംകൂർ ഭരണകൂടം ഇവിടെ ഒരു കോട്ട നിർമ്മിച്ചിരുന്നു. ഇതിൽ നിന്നാണ് ആറൽ എന്ന വാക്കുണ്ടായത്. അങ്ങനെ ആരൽ വായ്മൊഴിയായി. മന്ത്രിക്കുന്ന കാറ്റ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആരൽ വായ്മൊഴി എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. മലയാളത്തിൽ വരുമ്പോൾ അത് ആരുവായ്മൊഴി എന്നായി. ഭംഗിയുള്ള ഈ പ്രകൃതിയുടെ നിറച്ചാർത്തുകൾ നിങ്ങളെ കാണിക്കണമെന്ന ഒറ്റ ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വിധത്തിലുള്ള ഷോട്ടുകൾ ഒരുപാടെടുത്തത്. ഈ കാണുന്നത് മുഴുവൻ കൃഷിഭൂമിയാണ്. നെല്ലും പച്ചക്കറിയും നെല്ലിക്കയും വിളയുന്ന പാടങ്ങളും പറമ്പുകളും. ഇടയ്ക്കിടയ്ക്ക് ആമ്പൽക്കുളങ്ങളും താമരക്കുളങ്ങളും. ഇവിടെ വിളകൾ നശിപ്പിക്കുവാനെത്തുന്ന ഒരുപാട് മയിലുകളുണ്ട്. മുൻപ് ഈ വഴി വന്നപ്പോൾ ഒരുപാട് മയിലുകളെ ഞാൻ കണ്ടിരുന്നു. എന്നാൽ ഇത്തവണ ഒന്നിനെപ്പോലും ഈ യാത്രയിലുടനീളം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ട്രെയിൻ റൂട്ടിൽ 13-14 കിലോമീറ്ററുണ്ട് ആരുവാമൊഴിയിൽ നിന്നും നാഗർകോവിലേക്ക്. തെങ്ങുകൾ തലയുയർത്തി നിൽക്കുന്ന തമിഴ് ഗ്രാമങ്ങളെ പിന്നിട്ട് ട്രെയിൻ നാഗർകോവിലേക്ക് അടുക്കുകയാണ്. ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ. അന്നിവിടം നാഞ്ചിനാട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നാഞ്ചിനാടിൻ്റെ സൗന്ദര്യം മുഴുവൻ കാണാനാകുന്നത് ബസ് യാത്രയിലാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആരുവാമൊഴി ചുരം കടന്നെത്തുന്ന കിഴക്കൻ കാറ്റും കൊണ്ട് മലനിരകൾ അതിരിട്ട ഗ്രാമീണ ഭംഗിയിൽ നാം മതിമറന്നിരുന്നു പോകും. അത്തരമൊരു യാത്രയെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടാ? ഈ യാത്രയിൽ ചിതറാൽ പോലെയുള്ള ജൈന സങ്കേതങ്ങൾ കാണാം. കള്ളിയങ്കാട്ട് നീലിയുടെ ക്ഷേത്രം കാണാം. ശിവാലയ ഓട്ടം നടക്കുന്ന 12 ശിവക്ഷേത്രങ്ങൾ കാണാം. ആരുവാമൊഴിക്ക് തൊട്ടടുത്തുള്ള തോവാളയിലും പോകാം.
അനവധി വർണ്ണപുഷ്പങ്ങൾ കൃഷി ചെയ്യുന്ന പാടങ്ങളും പൂക്കൾ വിൽപ്പന നടത്തുന്ന തോവാള ചന്തയും കണ്ടു മടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാഞ്ചിനാടിൻ്റെ ഉൾഗ്രാമ വീഥികളിലൂടെ ബസ്സിലോ കാറിലോ സഞ്ചരിക്കുമ്പോഴാണ് കരിമ്പനകൾ അതിരു തീർത്ത പച്ചപ്പാടങ്ങളുടെ അതുല്യ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനാവുക. കേരള തമിഴ്നാട് അതിർത്തി കിടക്കുമ്പോൾ തന്നെ പ്രകൃതിക്ക് മാറ്റം കണ്ടു തുടങ്ങും. പുളിമരങ്ങളും വിശാലമായ കുളങ്ങളും വാഴത്തോട്ടങ്ങളും ഇടകലരുന്ന പ്രകൃതി. അതിനിടയിൽ ചെറുതും വലുതുമായ വിവിധ മതസ്ഥരുടെ ദേവാലയങ്ങൾ. അഗസ്തീശ്വരം, ഇളവങ്കോട്, കൽക്കുളം, തോവാള എന്നീ താലൂക്കുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് നാഞ്ചിനാട്. മുൻപൊക്കെ ഇവിടുത്തെ പനകൾ കേരളത്തിന് തെങ്ങ് പോലെ പ്രയോജനം തന്നിരുന്നു. പനങ്ങളെടുത്ത് അക്കാനിയും കരിപ്പെട്ടിയും കൽക്കണ്ടവും സുലഭമായി നിർമ്മിച്ചിരുന്ന നാളുകൾ. യഥേഷ്ടം കിട്ടുന്ന പനന്നുങ്കും യാത്രികരുടെ ദാഹം ശമിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ പനകയറ്റം പരിമിതമാണ്, കയറാൻ ആളില്ലാത്ത അവസ്ഥ. ഇനി അല്പം ചരിത്രം പറയാം. ആദ്യകാലത്ത് ആയിരാജാക്കന്മാരുടെ ഭരണത്തിലായിരുന്നു നാഞ്ചിനാട് ഉൾപ്പെടെയുള്ള തെക്കൻ പ്രദേശങ്ങൾ. ആയിരാജാക്കന്മാർ പണിത പാർത്ഥിവപുരം ക്ഷേത്രം ഇപ്പോഴുമുണ്ട്. പ്രാചീന വിദ്യാഭ്യാസ കേന്ദ്രം എന്ന നിലയിൽ പ്രശസ്തമാണത്. കന്യാകുമാരി ജില്ലയുടെ ആസ്ഥാനമായ നാഗർകോവിൽ ഇന്ന് വലിയൊരു ടൗണാണ്. തിരുവനന്തപുരത്ത് നിന്നും മറ്റും വരുന്ന വാഹനങ്ങൾ നാഗർകോവിലിൽ നിന്നാണ് തിരുനെൽവേലി, തിരുച്ചിറപ്പള്ളി, മധുര വഴി ചെന്നൈയിലേക്ക് പോകുന്നത്. നാഗർകോവിൽ നിന്നും ചിത്രാൾ ക്ഷേത്രം നിൽക്കുന്ന തിരുച്ചാരണത്ത് മല, വൻകോട്ടയായ വട്ടക്കോട്ട, തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റേതായിരുന്ന ഇരണിയൽ കൊട്ടാരം എന്നിവിടങ്ങളിലേക്ക് ഇവിടുന്ന് അധികം ദൂരമില്ല. നാഗർകോവിൽ ടൗണിന് നടുക്കുള്ള നാഗരാജ ക്ഷേത്രം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നാഗരാജാവ് മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ അസംഖ്യം നാഗബിംബങ്ങൾ കാണാം. കൊടമഹോത്സവം നടക്കുന്ന മണ്ടക്കാട്ട് ദേവീക്ഷേത്രത്തിലേക്കും ഇവിടെ നിന്ന് അധികം ദൂരമില്ല. ധാരാളം ജൈന സങ്കേതങ്ങളും ബുദ്ധവിഹാരങ്ങളും നിറഞ്ഞ ഒരു ജില്ല തന്നെയാണ് ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള കന്യാകുമാരി. ഇന്നത്തെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രവും ടൂറിസ്റ്റ് സെൻ്ററുമാണ്. നിങ്ങൾക്ക് കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിയിലോ വരുന്ന വഴിയിലോ AD 1601 നിർമ്മിച്ച ഉദയഗിരി കോട്ട സന്ദർശിക്കാവുന്നതാണ്. ഇത് തക്കലയ്ക്കടുത്താണ്. തക്കലയിലുള്ള പത്മനാഭപുരം കൊട്ടാരത്തിന് അടുത്ത് തന്നെ. കുളച്ചലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഡച്ച് സേനാനായകനായിരുന്ന ഡിലനോയിയെ തടവുകാരനായി പിടിക്കുകയും ചെയ്തു. ഡിലനോയ് പിന്നീട് തിരുവിതാംകൂർ സൈന്യാധിപനായി. ആ ഡിലനോയ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഉദയഗിരി കോട്ടയിലാണ്. ഇനി നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒന്നാണ് തിരുവട്ടാറിലെ ആദികേശവ ക്ഷേത്രം. ഇത് കൽക്കുളം താലൂക്കിലാണുള്ളത്. തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ശില്പനിർമ്മിതി. തക്കലയ്ക്കടുത്ത് കുന്നിൻ മുകളിൽ മറ്റൊരു ക്ഷേത്രമുണ്ട്. ദേവസേനാപതിയായ ശ്രീ സുബ്രഹ്മണ്യൻ്റെ കുമാരകോവിൽ. ട്രെയിൻ നാഗർകോവിൽ ജംഗ്ഷനിലെത്തി. അനന്തപുരി എക്സ്പ്രസ് നാഗർകോവിൽ ടൗണിലേക്ക് പോവില്ല. ഞാൻ എൻ്റെ ഷൂട്ടിംഗ് നിർത്തി സീറ്റിൽ വന്നിരുന്നു. ഇതുപോലെ ഭംഗിയുള്ള കാഴ്ചകൾ ഇനിയും വ്ലോഗലോകത്തിൽ പ്രതീക്ഷിക്കാം. ഈ ചെറു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വ്ലോഗ് ലോകം സബ്സ്ക്രൈബ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കില്ലല്ലോ.